വടകര തിരുവള്ളൂരിൽ ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ പരിശോധനയുടെ പേരിൽ പോലീസ് അതിക്രമം കാണിച്ചതായി പരാതി. ലീഗ് പ്രവർത്തകൻ സിദ്ദിഖിന്റെ വീട്ടിൽ എത്തിയ പോലീസ് വീട്ടുകാരോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. CPIM ലീഗ് സംഘർഷത്തിലെ പ്രതിയാണ് സിദ്ദിഖ് എന്നാണ് പോലീസ് പറയുന്നത്. ധിക്കാരപരമായി ഇത് സിനിമയല്ല, ധിക്കാരപരമായി വീഡിയോ ഉണ്ട്. നീ കടിക്കല്ലേ? നീ ഉപയോഗിച്ച വാക്ക് പോലീസ് പണിക്ക് വന്നതാ. നമ്മുടെ സ്റ്റേഷനിലുണ്ട്. തിരുവള്ളൂരിൽ നടന്നത് പോലീസിന്റെ നരനായാട്ടെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. വീട്ടുകാരോട് മോശമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. സിദ്ദിഖിന്റെ വീട്ടിൽ ഇന്നലെ നടന്നത് വടകര പോലീസിന്റെ നരനായാട്ടാണ്. അവിടെ 20 ദിവസം പ്രായമുള്ള ആ കുട്ടിയെയും അമ്മയും ഉൾപ്പെട്ട വീട്ടിൽ പോലീസ് നടന്നത് മൃഗീയമായ നായാട്ടാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇന്നലെ അവിടെ അതായത് റെയ്ഡ് ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യതയുണ്ട്, അതിനൊരു പരമ്പരാഗത രീതിയുണ്ട്, നിയമപരമായ വ്യവസ്ഥയുണ്ട്, ഉപയോഗിക്കേണ്ട ഭാഷയിൽ നിന്നും കൃത്യമായ നിയന്ത്രണമുണ്ട്. അപ്പോൾ എല്ലാ മര്യാദകളും ലംഘിച്ച് റെയ്ഡ് നടത്തി ഈ അശ്ലീല പദം ഉപയോഗിച്ച് അവരെ പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി ആവശ്യപ്പെടുന്നു കോൺഗ്രസ്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉറുമ്പിശ്ശേരി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. പ്രസാദ്, എന്തായാലും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അവരുമായി ഒക്കെ തർക്കിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് ഈ പരാതി ഏത് രീതിയിൽ കൊണ്ടുപോകാനാണ് UDFന്റെ തീരുമാനം? രുചിഷെ, കഴിഞ്ഞ ദിവസമാണ് വടകരയിലെ തിരുവള്ളൂരിൽ മുസ്ലിം ലീഗ് CPIM സംഘർഷമുണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 2 പാർട്ടിയിലും പെട്ട 22 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. CPIM പ്രവർത്തകനായ ശ്രീജിത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ സിദ്ദീഖിനെ ആണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. സിദ്ദീഖ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ട് എന്നുള്ള വിവരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇവരുടെ വീട്ടിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പോലീസ് ഇവിടെ വരികയും വീട്ടുകാരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പരാതിയായി പറയുന്നത്. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിൽ പോലീസ് വരികയും അതോടൊപ്പം തന്നെ സിദ്ദീഖ് അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ സംഭവം നടന്ന, അതായത് അക്രമം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് സിദ്ദീഖ് ചെന്നൈയിലാണ്. ഇപ്പോഴും സിദ്ദീഖ് ചെന്നൈയിലാണുള്ളത് എന്നുള്ളതാണ് ആ വീട്ടുകാരും യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ വീട്ടുകാരെ വന്ന് പോലീസ് അവരോട് ഭീഷണിപ്പെടുത്തുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ പോലീസ് ഇവിടെ വന്നപ്പോൾ പ്രതിഷേധമായി വീട്ടുകാരും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം തന്നെ പ്രവർത്തകർ പോലീസിനോട് ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെ വെട്ടിയ കേസിൽ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആരോപണവും UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത് എന്നാണ് ആരോപണമായി വന്നിട്ടുള്ളത്.